UDF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് UDF മഹാസമ്മേളനം നടന്നത്. പ്രതിപക്ഷം സർക്കാരിനെ താഴെയിറക്കാൻ സമരം നടത്തുമ്പോഴും ജനക്ഷേമ പദ്ധതികളിൽ നിന്ന് സർക്കാർ പിന്തിരിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ചക്കിട്ടപ്പാറ വിഷയം CPM ന്യായീകരിക്കുകയാണ്. വിവാദമുണ്ടായപ്പോൾ തന്നെ സർക്കാർ ഖനനാനുമതി റദ്ദു ചെയ്തു. തെറ്റ് ചെയ്ത ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. നിയമപരമായി എല്ലാ നടപടികളും സ്വീകരിക്കും. ചക്കിട്ടപ്പാറ സംഭവം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ പേരിലായിരുന്നുവെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്ന നിലപാട് സ്വീകരിക്കുമായിരുന്നു. ഇപ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ചക്കിട്ടപ്പാറയിൽ പൊതുമേഖലയെ ഒഴിവാക്കി സ്വകാര്യ കമ്പനിക്ക് ഖനനാനുമതി നൽകിയത് അന്നത്തെ മുഖ്യമന്ത്രിയും വനം മന്ത്രി ബിനോയ് വിശ്വം വിശദീകരിക്കണം. അക്കാലത്തെ അഴിമതി അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. അപ്പൊ ജനങ്ങളുടെ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി നൽകാനുള്ള ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുവാനും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെ വഴിയിൽ തടയുവാനുള്ള നീക്കങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ചിരിക്കുന്നത് ജനങ്ങളുടെ പിന്തുണയില്ല എന്നുള്ള വസ്തുത നമ്മൾ കാണണം. UDF ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം ആലപ്പുഴയിൽ ഉണ്ടായിരുന്നിട്ടും KR ഗൗരിയമ്മ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്നു. മീഡിയ 1 ആലപ്പുഴ.